ഒരാഴ്ച കൊണ്ട് വട്ടച്ചോറി മാറും പറഞ്ഞ ഡോക്ടർ എന്നതാ തേക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി. എന്തായാലും തേക്കോട് നല്ല ഗുണം. ഒരു മാപ്പിൽ കാണാത്ത പുതിയ ഭൂപടം ഉണ്ടായിരിക്കും. പിന്നീട് കോളേജിൽ പോകാനടുത്ത് കാത്തുക്കുന്നുണ്ട്. ഇത് ആർക്കും കാണാത്ത ഒരു ശീലമാണ് ഉൾക്കുള്ളത്. രാവിലെ എണീക്കുമ്പോ ഒന്ന്, രാവിലെ ഫുഡ് കഴിച്ചിട്ടൊന്ന്, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകാനല്ലോ ഈ ചങ്ങായിക്കാണ് തൂറാമുട്ട്. ചുരുക്കി വന്ന ബാത്റൂം നോക്കിയ ജീവിതം. കോളേജ് ചെന്നപ്പാടെ മോട്ടറായി ചായ പിടിക്കാൻ പോയി. ചിലർ പഴംപൊരി മാത്രം തിന്നില്ല, ബീഫിൽ കൂടി തിന്നില്ല. പിന്നെ ആദ്യമായിട്ട് ഒരു സാമ്പാറിൽ മുക്കി പഴംപൊരി തിന്നുന്നുണ്ട്. എന്തെല്ലാം തരം മനുഷ്യന്മാരല്ലേ ഈ ലോകത്ത്. വിളിച്ചോണ്ടിരിക്കുന്ന വല്യമ്മന്റെ പേരാണ് നജ. ഈ വല്യമ്മ കൊടുക്കുന്ന സ്നേഹം കുറെ പപ്സും ലൈമെല്ലാം മേടിച്ചത് സന്തോഷം സഹിക്കാനാവാതെ അരുണൊരു പാഠം പാടി കൊടുത്തു. ഇപ്പൊ ക്ലാസ് ഒന്നും ഇല്ലാത്തോണ്ട് മെയിനായിട്ട് നടക്കുന്ന വായനോട്ടാണ്. വായനോട്ടത്തിന് കാര്യം പറഞ്ഞപ്പോൾ എക്സാമിന് കാര്യം ഓർത്ത്. എല്ലാവർക്കും എക്സാം തുടങ്ങിയപ്പോ നമ്മളാണ് ഒറ്റ നോക്കി നിൽക്കുന്നതൊക്കെ എക്സാം ആണ്. അപ്പൊ ഞാൻ ഒറ്റ കഴിഞ്ഞ് സന്തോഷം പോകത്തില്ല വിചാരിച്ച ഹോസ്റ്റലിൽ പോയപ്പോൾ ഓർത്ത് കാട്ടിലും മുള്ളു. ക്യാമറ കണ്ടപ്പാട് ചെക്ക പകുതി പാന്റിലും പകുതി പുറത്ത് മൂത്രം ഒറ്റ ഓട്ടം ഓടി. ജ്യൂസ് ബോക്സിൽ പുതിയ സാധനം വന്നിട്ടുണ്ടായിരുന്നു. 2 ബ്രെഡ് സെന്ററിൽ ഓംലേറ്റും പിന്നെ ഈ സോസും കൂടി വേറെ മൂട്ടാണ്. എന്തായാലും 20 രൂപ മുതലുണ്ട്. ഇത് കഴിച്ചപ്പാട് ഞാനും ഉണ്ണിക്കൂട്ടി എങ്ങനെ കൊണ്ടാക്കാൻ പോകും. ചുരുക്കി പറഞ്ഞ ഹോസ്റ്റലിൽ മിനി ടാക്സി ആളി സ്റ്റേഷനിൽ തട്ടി ഞാനും ഉണ്ണിക്കൂടെ തിരിച്ചു കണ്ണാടിയിൽ ജസ്റ്റ് ഒന്ന് മുഖം നോക്കി. എനിക്ക് എന്നോടൊരു അർപ്പോന്ന് തടിയെല്ലാം കണ്ടിട്ട്. കാരണം ഇപ്പൊ പുലിക്കളികൾ വയറുണ്ട് നമുക്ക്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ബീഹാറിൽ പോയി വയറ് കുറച്ച് 6 പാക്ക് ആക്കിയിട്ട് വിട്ടുള്ളൂ. 6 പാക്ക് ആക്കിയിട്ട് കാണാൻ ഇത്രയുള്ളൂ ബാക്കി നാളെ.